ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂസാറ്റ് ലേണിംഗ്. നമ്മുടെ കൈകളിൽ ഇപ്പോൾ +1 റിസൾട്ട് കൈകൾ ഭദ്രമാണ് അല്ലേ? അപ്പോൾ ചില കുട്ടികൾ അവർ പെർഫോം ചെയ്യുന്നേക്കാൾ മാർക്ക് കുറഞ്ഞു കാണും. പെർഫോം ചെയ്യാത്തതിൽ സങ്കടം ഉണ്ടായിരിക്കും. കാര്യം നമുക്ക് ഇനി വലിയ സമയങ്ങളില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല 10ാം ക്ലാസ്സിനെ പോലെ മാർക്കുകൾ കയറി വരുമെന്ന് കരുതി. പക്ഷേ +1 റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും മാർക്കുകൾ കുറഞ്ഞു പോകുമെന്ന് കരുതിയില്ല. വലിയ കുറവായി പോയി പല സബ്ജക്റ്റുകളും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെ സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട് താനും. അപ്പോൾ മക്കളെ, ഇനി അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി ഓർത്ത് വിഷമിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദോഷം മാത്രമേ ഉള്ളൂ വിഷമിക്കുന്നതുകൊണ്ടുള്ളത്. ഇനി അടുത്തത് എന്ത് ചെയ്യാം എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ ചില കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചില ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്ത്, പക്ഷെ മാർക്ക് വളരെ തീരെ കുറഞ്ഞു പോയി. അപ്പം നിങ്ങൾ എഴുതിയതിനേക്കാൾ കുറവ് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ മക്കൾ കൃത്യമായിട്ട് സ്ക്രൂട്ടണിക്കോ അല്ലെങ്കിൽ റിവാലുവേഷനോ കൊടുക്കുക. ഉറപ്പായിട്ടും അത് ചേഞ്ച് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതിയെന്ന് ഉറപ്പുള്ള കാര്യത്തിനകത്ത് എന്തായാലും മാർക്ക് കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം. ശേഷം നമുക്ക് 3 സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യാം. ഈ 3 സബ്ജക്റ്റിൽ ഏതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മാർക്കുകൾ കൃത്യമായി നോക്കി വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. വെറുതെ കാണുന്ന പോലെ 3 സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് പോയി ഇമ്പ്രൂവ് ചെയ്യലല്ല വേണ്ടത്. നിങ്ങൾക്ക് ഭാവിയിൽ എന്തിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, അതിനനുസരിച്ചും നിങ്ങൾക്ക് മാർക്ക് എത്രയും പെട്ടെന്ന് നന്നായിട്ട് കൂടിക്കിട്ടുകയും നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുമെന്ന് വിശ്വാസമുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഇമ്പ്രൂവ്മെന്റിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ സെപ്റ്റംബർ അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമോ, സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് ഈ ടൈമിൽ കാണാനാണ് സാധ്യത എന്നാണ് ഒരു അറിവ്. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഒക്ടോബർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഒക്ടോബർ, നവംബർ, തൊട്ടടുത്ത ഡിസംബറിൽ ക്രിസ്മസ് എക്സാം കയറി വരും. അപ്പോൾ അത്രയും പോകത്തില്ല. എന്തായാലും സെപ്റ്റംബർ ഒക്ടോബർ ആ റേഞ്ചിൽ ഒരു 95% ഇവിടെ തന്നെയാണ്, ഒക്ടോബറിൽ തന്നെയാണ് വരാനുള്ള സാധ്യത കൂടുതൽ. 95%. പിന്നെ 5% എല്ലാം ലാസ്റ്റ് വല്ലം തുടങ്ങി വെച്ചാൽ മാത്രം, തുടക്കം കൊണ്ട് ലാസ്റ്റത്തെ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ഇട്ടുവാണെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് എന്ന് പറയാമല്ലോ. അപ്പോൾ ആ രൂപത്തിലെല്ലാം വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന +2 കാരുടെ കാര്യം പറയുവാണ്. എന്താ ഈ ടാസ്ക് എന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി +2 ഓൺ ഗോയിങ് ആണ്. +2 പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി +1 എക്സാം ഇമ്പ്രൂവ്മെന്റ് വരുന്നു. നിങ്ങൾക്ക് വേണ്ട ലാബിന്റെ റെക്കോർഡുകൾ, അസൈൻമെന്റുകൾ, അല്ലെങ്കിൽ ക്ലാസ്സിലെ വർക്കുകൾ, ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറുകൾ, ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ടൈമുകളെ നിങ്ങൾ സ്വയമേ എന്ത് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്യണം. ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ആ രൂപത്തിൽ നിങ്ങൾ പക്കയാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റൂ. +1 എന്തൊക്കെ പോരായ്മകൾ വന്നു അതൊക്കെ നിങ്ങൾ മറന്നേക്കുക. കഴിഞ്ഞു, അതിനെക്കുറിച്ച് വിട്ടു. ഇനി അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. മാർക്ക് കുറഞ്ഞു പോയി, അന്ന് പഠിക്കേണ്ടതായിരുന്നു, അത്രയും സമയം വെറുതെ ഉഴപ്പിക്കളഞ്ഞു, അതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ചത്ത കുഞ്ഞിനെ ജാതി വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. സോ അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരാനിരിക്കുന്ന എക്സാമുകൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുക. 2 എക്സാമുകളുണ്ട്, മെയിൻ എക്സാമുകൾ. അതായത് ഞാൻ ഓണം എക്സാമിന് ക്രിസ്മസിനെ ഒന്നും അല്ല, മോഡലിനെ അല്ല പറയുന്നില്ല. മെയിനായിട്ട് വരുന്ന 2 എക്സാമുകൾ, ഒന്ന് എന്താണ്, ഇമ്പ്രൂവ്മെന്റും, രണ്ടാമത്തെ +2 ഫൈനലും. ഈ 2 എക്സാമുകളെ പക്കയായിട്ട് ക്രാക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ വീഴ്ചയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഞങ്ങൾ നിങ്ങളെ സഹായിച്ച് കൊണ്ടുവരും. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രം മതി. +1 ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് മക്കൾക്ക് വേണ്ടി. മക്കൾ അത് പക്കയായിട്ട് അറേഞ്ച് ചെയ്ത്, ഞങ്ങളത് അറേഞ്ച് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ മാർക്ക് നല്ല ഹെവിയായി കൂട്ടിത്തരാൻ കയ്യിലേക്ക്. അപ്പോൾ മക്കൾ നമ്മളിവിടെ നിൽക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഉണ്ടായ ഈ ഒരു വീഴ്ച ഇനി വരാൻ പാടില്ല. പക്കയായി പഠിച്ച് മുന്നോട്ട് വരണം. നിങ്ങളോടൊപ്പം എഡ്യൂസാറ്റ് ഫാമിലി ഉണ്ട്. അത് നിങ്ങളും അതുപോലെ ഭദ്രമായി പിടിച്ചു വന്നാൽ നിങ്ങളുടെ വിജയം ഉറപ്പാണ്. വിജയമല്ല, വൻ വിജയം. നിങ്ങൾ ഇപ്പം പടുകുഴിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. 22 മാർക്ക് 20 മാർക്ക് നിൽക്കുന്നത്. നിങ്ങൾ അവിടുന്ന് പൊക്കിയെടുത്ത് 60 മാർക്കിൽ എത്തിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ സെറ്റാക്കി കയ്യിൽ തന്നിരിക്കും. മാത്തമാറ്റിക്സ് പുഷ്പം പോലെ പഠിപ്പിച്ച് ചെയ്തു തരാം. പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ടൈം നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ക്ലാസ്സുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. പഠിക്കാനുള്ള ടൈമുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്തെടുക്കണം. റിവിഷന്റെ ടൈം എടുക്കണം. +2 എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സെറ്റാക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്കയായി കൊണ്ടുപോകണം ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി വരുന്ന സമയങ്ങൾ ഇമ്പ്രൂവ്മെന്റിന്റെ കാര്യങ്ങൾ വലുതായിട്ട് ഇപ്പം പഠിക്കാൻ നിൽക്കേണ്ട. കാര്യം ഓണം എക്സാം അടുത്ത് വരാറായി. അപ്പൊ അതുകൊണ്ട് +2 ഓണം എക്സാമിന് വേണ്ടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഓണം എക്സാം പക്കയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, +1 ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ തുടങ്ങാം.
അപ്പോൾ ഓണം ടൈമൊക്കെ ആവും എന്നും പറഞ്ഞ് ഓണത്തിനകത്ത് ഒന്നുമായി പോകരുത്. ഓണം ആഘോഷിക്കുകയും വേണം, ഒപ്പം നമ്മുടെ ഈ പഠനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിലാക്കുക. ഓക്കെ അല്ലേ? ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.